ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്യൂട്ടായിട്ടുള്ളൊരു ഡെസ്ക് ഡെക്കറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് അതേപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. ഇനി സർക്കിൾ ഷേപ്പ് വരച്ചെടുക്കുന്നതിനായിട്ട് ഞാൻ അതേപോലെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. 2 സർക്കിളാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. വരച്ചെടുത്തതിന് ശേഷം അതേ ഷേപ്പിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ തെർമോക്കോൾ കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നല്ല വശം പുറത്തേക്ക് വരുന്ന മാതിരി ഈ 2 പീസസും ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പം നമ്മളിവിടെ റെഡ് കളർ ഒറിഗാമി പേപ്പറാണ് എടുത്തിട്ടുള്ളത്. 2 സൈഡും സെൻറ്റർ പോർഷനും ഇതേപോലെ തന്നെ നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ കാർഡ്ബോർഡിൻ്റെ പീസസ് സർക്കിൾ ഷേപ്പ് ആക്കാനായിട്ട് ഉപയോഗിച്ച ബോട്ടിലിൻ്റെ ക്യാപ്പ് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ പേപ്പർ ഏത് കളറാണോ വേണ്ടത് ആ കളർ പേപ്പർ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനി ചെറിയൊരു പീസ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സൈഡുകൾ കൂടിയിട്ട് കവർ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. ഇനി നമ്മളൊരു ഹാർട്ട് ഡെസ്ക് ഡെക്കറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ ഫോം ഷീറ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഗ്ലിറ്റർ ഇല്ലാത്ത ഭാഗത്ത് ഹാർട്ടിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. അതിനുശേഷം അതേ ഷേപ്പിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിവിടെ 6 ഹാർട്ട്സ് ആണ് വേണ്ടത്. ഇനി അതേപോലെ ഒരു ഹാർട്ട് എടുക്കുക. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് കുറച്ചൊന്ന് പഫി ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മളിവിടെ കോട്ടൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കോട്ടൺ അതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അതേപോലെ ഇങ്ങനെ 2 ഹാർട്ടും ഒട്ടിച്ചു കൊടുക്കുക. ബാക്കി 2 ഹാർട്ട്സ് കൂടി ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മുടെ സ്റ്റാൻഡിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഈ ഗോൾഡൻ കളർ വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡും ഹാർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആയിട്ട് 2 പീസ് ഗോൾഡൻ കളർ വയർ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. നമുക്ക് എത്ര ലെങ്ത്തിലാണോ വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ വേണം എടുക്കാനായിട്ട്. ഇനി അതിൻ്റെ ഒരറ്റം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഹാർട്ടിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത 2 ഹാർട്ട്സ് കൂടി ചെയ്തെടുക്കാം. ഇനി ഈ 3 ഹാർട്ട്സ് കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്യിച്ചു കൊടുക്കാം. ജോയിൻ ചെയ്യുന്ന സമയത്ത് അതേപോലെ വയറൊന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. ഇനി ഇത് നമുക്ക് സ്റ്റാൻഡിലേക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷൻ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒരു ബോ ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ക്യൂട്ട് ഡെസ്ക് ഡെക്കർ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.